പക്ഷേ പ്രശാന്ത് ചേട്ടാ, ഈ ജാതി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് എക്കാലവും വലിയ രീതിയിൽ ഡിബേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളൊരു വിഷയമാണ്. ഇതിന് എല്ലാ കാലത്തും റെലവൻസ് ഉണ്ട്. ഇപ്പം ഇന്നത്തെ ഒരു റെലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലം മുതൽ ഇപ്പോഴത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിലൊക്കെ ജാതി സെൻസസ് വലിയ രീതിയിൽ നടത്തണമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദുക്കളിൽ ജാതിയുണ്ട്, അവരൊരു കാലത്തും ഒന്നിപ്പിക്കാൻ പറ്റില്ല എന്ന് നിരന്തരം പല ചരിത്രകാരന്മാരും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹിന്ദു എന്ന് പറഞ്ഞ ഒറ്റ ഒരു ആശയമില്ല, അത് പല ജാതിയായി മുറിഞ്ഞിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഒറ്റ ഹിന്ദു എന്ന മോൾഡിൽ അറിയപ്പെടാൻ പറ്റുക? ഈ ഒരു പശ്ചാത്തലത്തിൽ എനിക്ക് ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വേദം ജാതിയെ പ്രൊമോട്ട് ചെയ്യുന്നത്? സത്യത്തിൽ വേദങ്ങൾ ജാതിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. വേദങ്ങളിൽ എങ്ങും ജാതിയില്ല. വേദങ്ങളിൽ വർണ്ണവ്യവസ്ഥയുണ്ട്. അതിന് ആ വർണ്ണവ്യവസ്ഥ ഒരു വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ, രീതിയിലൂടെ ഉരുത്തിരിയുന്നതാണ്. ജന്മം കൊണ്ടല്ല അത് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ജാതി എന്ന വാക്കിന് വാസ്തവത്തിൽ പ്രാചീന കാലത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് തിരിച്ചറിയാനുള്ള അടയാളം എന്നാണ്. അതിനൊരു പഴയൊരു ചരിത്ര സംഭവം, വളരെ പഴയതല്ല, ഒരു ചരിത്ര സംഭവം കൂടെ ഞാൻ പറയാം. നമ്മുടെ ശ്രീനാരായണ ഗുരുദേവൻ യാത്ര ചെയ്തിങ്ങനെ, അദ്ദേഹം ഇതൊക്കെ പ്രചരിപ്പിച്ച് നടക്കുന്ന ഒരു കാലത്ത് അദ്ദേഹം യാത്ര ചെയ്ത് വരുമ്പോൾ എതിരെ ഒരു ഉയർന്ന ജാതിക്കാരൻ കടന്നു വരിക. നമ്മൾ ഇന്ന് പറയുന്ന സോഷ്യൽ ഹൈറാർക്കിയിൽ ഉയർന്ന ജാതിയിൽപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനും വരികയാണ്. അപ്പോൾ പണ്ടൊക്കെ അറിയാം, ഈ കാര്യസ്ഥനിങ്ങനെ മുമ്പിൽ മാഷിനൊക്കെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ചും മലബാർ പ്രദേശത്തൊക്കെ മുമ്പിൽ ഇങ്ങനെ ഈ തോർത്ത് വീശി ഹൂ ഹോയ് എന്ന് പറഞ്ഞു വരും. അപ്പോൾ അത് തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ ഉണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ആരാ? ഗുരുദേവൻ പറഞ്ഞു, ഞാനൊരു വഴിപോക്കനാണ്. അപ്പോൾ ഇദ്ദേഹം വീണ്ടും ചോദിക്കുന്നു, അല്ല തൻ്റെ ജാതി എന്താ? അപ്പോൾ ഗുരുദേവൻ്റെ മറുപടി, കണ്ടിട്ട് മനസ്സിലായില്ല. ഇല്ല, അതുകൊണ്ടാണ് ചോദിച്ചാൽ. എന്നാൽ പിന്നെ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞാൽ ഒട്ടും മനസ്സിലാകില്ല എന്നായിരുന്നു. അതായത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ജാതി. ജാതി കണ്ടു മനസ്സിലാക്കാനുള്ളതാണ്. ഒരു പുരുഷനെ കണ്ടാൽ തിരിച്ചറിയാൻ പുരുഷനാണ്, സ്ത്രീയെ കണ്ടാൽ തിരിച്ചറിയാൻ സ്ത്രീയാണ്. അപ്പോൾ ഇതാണ് പുരുഷൻ എന്നൊരു ജാതി, സ്ത്രീ എന്നൊരു ജാതി. മനുഷ്യകുലത്തിൽ ഇങ്ങനെ രണ്ട് ജാതിയേ ഉള്ളൂ എന്നാണ് വൈപ്പ്. ഇപ്പം നമ്മൾ ട്രാൻസ്ജെൻഡറൊക്കെ ഉണ്ട്, അവരെ നമുക്ക് കൂട്ടത്തിൽ കൂട്ടാവുന്നതേ ഉള്ളൂ, വിരോധമൊന്നുമില്ല. പക്ഷേ ഈ ജാതി വ്യവസ്ഥിതി നമ്മൾ ഇന്ന് കാണുന്ന ഈ നമ്പൂതിരി, നായർ തുടങ്ങി ഈഴവ, പിന്നെ പുലയ, പറയ, നായാടി വരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വിസ്തൃതമായ ഒരു ജാതി സംവിധാനം ഇന്ന് ഹിന്ദു വിഭാഗത്തിലുണ്ട്. അത് പ്രാചീന കാലത്ത് ഇല്ലായിരുന്നു. വേദങ്ങളിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, വർണ്ണമാണ് വേദം മാത്രമല്ല, നമ്മൾ മനുസ്മൃതി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മനുസ്മൃതിക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പലതും വിമർശന വിധേയമായിട്ടുണ്ട്, പലതും നമ്മൾ ഗവേഷണ ബുദ്ധിയെ പഠിച്ചെടുക്കേണ്ടതുണ്ട്. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇരിക്കട്ടെ, അതല്ല നമ്മുടെ വിഷയം. മനുസ്മൃതിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ശ്ലോകം ഞാനിവിടെ പറയാം. അത് പിന്നീടത് സ്കന്ദപുരാണത്തിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ശ്ലോകം ഇങ്ങനെയാണ്: ജന്മനാ ജായതേ ശൂദ്ര കർമ്മണാ ജായതേ ദ്വിജ. അതതിൻ്റെ അർത്ഥം വളരെ ലളിതമാണ്. ജന്മനാ ജായതേ ശൂദ്ര, ജനിക്കുമ്പോൾ നമ്മളെല്ലാവരും ശൂദ്രന്മാരാണ്. എല്ലാ കുട്ടികളും കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്. ശൂദ്രൻ എന്ന വാക്കിന് കരഞ്ഞുകൊണ്ടിരിക്കുന്നവൻ എന്നാണ് അർത്ഥം. ശോകം കൊണ്ട് ദ്രവിക്കുന്നവൻ എന്നാണ് ആ വാക്കിനർത്ഥം. ഈ സംസ്കൃത പദമായതുകൊണ്ടാണ് അത് വിശദീകരിച്ചത്. ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ്. അത് ബ്രാഹ്മണൻ്റെ മകനായാലും ക്ഷത്രിയൻ്റെ മകളായാലും വൈശ്യൻ്റെ മകനായാലും ശൂദ്രൻ്റെ മകനായാലും മകളായാലും ഒക്കെ എല്ലാവരും ശൂദ്രന്മാരാണ്. കർമ്മം കൊണ്ട് നമ്മൾ അറിവ് നേടി സംസ്കാരചിത്തരായി പ്രവൃത്തി കൊണ്ടാണ് നമ്മുടെ ദ്വിജത്വം, രണ്ടാമത്തെ ജന്മം നിശ്ചയിക്കേണ്ടത്. അപ്പോൾ ആദ്യം അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്ത് രണ്ടാമതൊരു ജന്മം നമുക്കുണ്ടെന്നാണ്. അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്ത് വരുന്ന ഒരു കുഞ്ഞ്, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ആദ്യത്തെ ഗുരു അമ്മയാണ്. അമ്മ നമ്മളെ പഠിപ്പിക്കുന്നു, അമ്മ അത് കഴിഞ്ഞ് അച്ഛനെ ഏൽപ്പിക്കുന്നു, അച്ഛൻ കുറേയൊക്കെ ശ്രമിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അച്ഛനും മനസ്സിലാവും ഇത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. കാരണം അറിവിൻ്റെ മേഖല അങ്ങനെയാണ്, വളരെ വിസ്തൃതമാണ്. അപ്പോൾ അതുകൊണ്ട് പഠിക്കാൻ സ്കൂളിൽ ചേർക്കും. അപ്പോൾ പ്രാചീന കാലത്ത് ഗുരുകുലങ്ങളായിരുന്നു. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ഗുരുകുലങ്ങളുണ്ടായിരുന്നു. ഇവരെല്ലാ പേരും വിദ്യാഭ്യാസം ചെയ്തിരിക്കണം. മനു പറയുന്നത് 8 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ വീട്ടിൽ സൂക്ഷിക്കുകയാണെങ്കിൽ, അച്ഛനും അമ്മയും വീട്ടിൽ നിർത്തുകയാണെങ്കിൽ അവരെ ശിക്ഷിക്കണം എന്നാണ്
മനുവിൻ്റെ വാദം. ഇത് മനുസ്മൃതിയിലുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ബൃഹത് പഠനമുണ്ട് മനുസ്മൃതിയുടെ, അതിൽ പോലും നമുക്കിത് കണ്ടെത്താം. അപ്പോൾ അങ്ങനെ ഒരു നിയമം അല്ലെങ്കിൽ ഒരു ചട്ടം നമ്മുടെ രാജ്യത്ത് പ്രാചീന കാലത്ത് ഉണ്ടായിരുന്നു. ഇരിക്കട്ടെ, അങ്ങനെ ഗുരുകുലത്തിലേക്ക് കൊണ്ട് ചേർക്കുമ്പോൾ ഈ അച്ഛനും അമ്മയും ചേർന്ന് ഈ കുഞ്ഞിനെ ഉപനയിച്ച് ആചാര്യനെ ഏൽപ്പിക്കും. അല്ല, ഉപനയനം നടത്തുന്നത് ഈ ബ്രാഹ്മണൻ്റെ കുഞ്ഞിനെ മാത്രമാണോ? അല്ല, എല്ലാ കുട്ടികൾക്കും ഉപനയനം നടത്തും. ഉപനയനം വിദ്യാലയ പ്രവേശനത്തിന് അഡ്മിഷൻ എടുക്കുന്ന ഒരു പദ്ധതി മാത്രമാണ്. ആ ഉപനയനം ചെയ്യുമ്പോൾ അച്ഛനും അമ്മയും കൂടി ഒരു വാക്ക് പറയുകയാണ്. ഈ ഉപനയിച്ച ഈ ബ്രഹ്മചാരിയെ അഥവാ ബ്രഹ്മചാരിണിയെ എന്ന് വെച്ചാൽ അർത്ഥം സ്റ്റുഡൻ്റ് എന്നാണ്, വിദ്യാർത്ഥി എന്നാണ്, അല്ലെങ്കിൽ വിദ്യാർത്ഥിനി. ഇതാ ആചാര്യൻ്റെ സംരക്ഷണയിൽ അല്ലെങ്കിൽ ആചാര്യയുടെ സംരക്ഷണയിൽ ഏൽപ്പിക്കും. ഇനി നിങ്ങൾ പഠിപ്പിച്ച് ഒരു ഉത്തമ വ്യക്തിത്വത്തിനുടമയാക്കി തിരിച്ചു തരണം. ഇതാണ് സങ്കല്പം. അങ്ങനെ ഉപനയിച്ച് പൂണൂല് ധരിപ്പിച്ച് അവരെ ഇതാണ് പ്രാചീന കാലത്ത് എല്ലാവരെയും ചെയ്തിരുന്നത്. ഇതിനൊരു വേർതിരിവുമില്ല. ഇത് ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര എല്ലാ വിഭാഗങ്ങൾക്കും ഇത് ചെയ്തിരുന്നു. പിന്നീടാണ് ഇതെല്ലാം മാറി മറിഞ്ഞത്. അങ്ങനെ ഉപനയിച്ച് പഠിക്കുന്ന പെൺകുട്ടികൾ 8 കൊല്ലം മതി പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ. അവർ ബുദ്ധി കുറച്ചുകൂടെ കൂടുതലാണ്. ആൺകുട്ടികൾ അങ്ങനെയല്ല, അവർക്ക് ബുദ്ധി കുറവാണെന്നല്ല, പക്ഷെ അവർ കായികക്ഷമത കൂടി അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് നടന്നിരുന്നതുകൊണ്ട് പണ്ട് അങ്ങനെയാണ്. ഈ എല്ലാവരും കായികമായ ചില വിദ്യകളും കൂടെ പഠിച്ചിരുന്നു. യുദ്ധതന്ത്രങ്ങൾ, യുദ്ധത്തിന് വേണ്ടുന്ന ഇതൊക്കെ പഠിച്ചിരുന്നു പണ്ട്. അതൊക്കെ ഈ ശാരീരികമായ അല്ലെങ്കിൽ ശാരീരികമായ ആരോഗ്യപുഷ്ടിക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നു. സ്ത്രീകൾ അത് അത്രയും നേടിയിരുന്നില്ല. അത് നേടാൻ താല്പര്യമുള്ളവർ അതിലേക്കൊക്കെ പോയിരുന്നു. അങ്ങനെ ആൺകുട്ടികൾ 16 വർഷം എടുക്കും പൂർത്തിയാക്കാൻ. ഈ പെൺകുട്ടികൾ 8ാമത്തെ വയസ്സിൽ തുടങ്ങി 16ാമത്തെ വയസ്സിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി പുറത്തിറങ്ങും. ആൺകുട്ടികൾ അത് 24ാമത്തെ വയസ്സിൽ പൂർത്തിയാക്കി പുറത്തിറങ്ങും. ആ സമയത്ത് വീണ്ടും ഒരു ഉപനയനം നടത്തും. അതിന് സ്നാതകർമ്മം എന്നാണ് ഈ പ്രാചീന കാലത്ത് പറഞ്ഞിരുന്നത്. ഇപ്പോഴും അതൊക്കെ ഉണ്ട്. ഈ സ്നാതകർമ്മത്തിലാണ് അവർക്ക് വർണ്ണം നിശ്ചയിക്കുന്നത്. ഇപ്പോൾ ബ്രാഹ്മണനാകണമോ, ക്ഷത്രിയനാകണമോ, വൈശ്യനാകണമോ, അതോ പരീക്ഷയെ തോറ്റുപോയാൽ വീണ്ടും ശൂദ്രനായിട്ട് തുടരുമോ എന്ന് തീരുമാനിക്കപ്പെടുന്നത് ആ വേളയിലാണ്. അതായത് 2ാം ജന്മം അതാണ്. അതെ, ദ്വിജത്വം, 2ാമത്തെ ജന്മം അവിടെയാണ്. ഇതാണ് വേദങ്ങളിലെ വർണ്ണവ്യവസ്ഥ. അപ്പോൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ യോഗ്യതയുള്ള ആൾ ബ്രാഹ്മണ വർണ്ണത്തിലേക്ക് പോകും. രാജ്യത്തെ സംരക്ഷിക്കാൻ, നിയമം പാലിക്കാൻ, ഭരണം നടത്താനൊക്കെ യോഗ്യതയുള്ളവർ ക്ഷത്രിയ വിഭാഗത്തിൽ പോകും. കൃഷിയും കച്ചവടവും ചെയ്യുന്നവർ വൈശ്യ വിഭാഗത്തിൽ പോകും. തോറ്റുപോയവർ ശൂദ്രനായിട്ട് തുടരും. അവർക്ക് വീണ്ടും പരീക്ഷ എഴുതാനുള്ള അവസരമുണ്ട്. വീണ്ടും അവർക്ക് കയറി വരാം. ഇങ്ങനെ ഒരു സംവിധാനമാണ് പ്രാചീന വർണ്ണവ്യവസ്ഥ. കുറെ കൂടെ വിശദമായിട്ട് അത് സംസാരിക്കേണ്ടതുണ്ട്. എങ്കിലും ഞാൻ വേദത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. വേദത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഋഷിമാരുണ്ടാക്കിയ പദ്ധതി ഇതാണ്. ഈ മാഷിന് എങ്ങനെയാണ് ഇതിന്റെ ഒരു ചരിത്ര ആംഗിളിൽ മാഷ് പിന്നീട് സംഭവിച്ച അബറേഷൻ? അത് എനിക്ക് വലിയ കൗതുകമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പ്രശാന്ത് ആര്യൻ പറഞ്ഞുകൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും അത് എനിക്ക് തോന്നുന്നു മലയാളി കേൾക്കേണ്ടതുമാണ്, ചർച്ചയ്ക്ക് എടുക്കേണ്ടതുമാണ്. ഒന്നാമത്തെ കാര്യം, ജനിക്കുമ്പോൾ എല്ലാവരും ശൂദ്രന്മാരാണ്. ഉപനയനം എല്ലാവർക്കും നടത്തിയിരുന്നു. എനിക്ക് തോന്നുന്നു ഉപനയനം ഇപ്പോൾ ഒരു നമ്പൂതിരി ആചാരം മാത്രമായിട്ട് കുറെ കാലമായി എന്ന് എനിക്ക് തോന്നുന്നു. ബ്രാഹ്മണ ആചാരമായി മാറി. അപ്പോൾ ആര്യനിപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്ത എന്നാൽ വളരെ മാനവികവും വിശാലവുമായ കാര്യങ്ങളാണ് ഈ എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ഇത് അറിഞ്ഞുകൂടാ. ഒന്ന് അങ്ങനെയാണെങ്കിൽ അത് വളരെ വേഗത്തിൽ ഈ ജാതീയതക്കെതിരായി പ്രയോഗിക്കേണ്ട ഒരു സൂക്തമാണത്, അല്ലേ? ഒരു ശ്ലോകമാണ് ഈ മണ്ഡൂകത്തിൽ നിന്ന് അല്ലേ, സ്കന്ദപുരാണത്തിൽ നിന്ന് കണ്ടെടുത്തത്. ഇതില് മനുസ്മൃതിയിൽ കാണാതെ പോയത്, മനുസ്മൃതിയിൽ നിന്ന് നഷ്ടപ്പെട്ടത്, പിന്നെ സ്കന്ദപുരാണത്തിൽ നിന്ന് കണ്ടെടുത്ത ആ ശ്ലോകം വളരെ പ്രധാനമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ജാതീയതയുടെ ഒരു ചരിത്രം ഇന്ത്യയോളം പഴക്കമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ ഇപ്പോൾ രാഷ്ട്രീയത്തിലെ ജാതി. ഇന്ത്യയിൽ ഇടതുപക്ഷക്കാർ പരാജയപ്പെട്ടതിൻ്റെ കാരണമായി വിലയിരുത്തപ്പെടുന്നത് ജാതി എന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞില്ല. ക്ലാസ് വാറാണ് അടിത്തറ എന്ന് പറഞ്ഞു. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സാമ്പത്തികമായ അന്തരമാണ് ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ട വർഗ സംഘടനമാണ്. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ ചരിത്രപരമായി നടക്കുന്ന വർഗ സംഘടനമാണ് ഭൂമിയുടെ നിലനിൽപ്പിൻ്റെ ആധാരം.
എന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്ത്യയിൽ പറ്റിയ അബദ്ധം ഇന്ത്യൻ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞില്ല. ഇന്ത്യയിൽ ഈ വർഗം എന്ന് പറയുന്നത്, ക്ലാസ് എന്ന് പറയുന്നത് കാസ്റ്റ് തന്നെയാണ് എന്നൊരു വാദം ഉണ്ടായി. അതാണ് സോഷ്യലിസ്റ്റുകളും കമ്മ്യൂണിസ്റ്റുകളും തമ്മിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു തർക്കം. ഈ ഇന്ത്യയിലെ ക്ലാസ്, അപ്പർ ക്ലാസ് എന്ന് പറയുന്നത് അപ്പർ കാസ്റ്റാണ്. ഇവിടുത്തെ ശൂദ്രൻ എന്ന് പറയുന്നത് ഈ അടിസ്ഥാന വർഗവും തൊഴിലാളികളുമാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വന്നില്ല എന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇടതുപക്ഷക്കാർ പരാജയപ്പെട്ടതെന്നൊരു വാദമുണ്ട്. രണ്ടാമതിപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട, നിലനിൽക്കുന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ നമ്മുടെ ജാതീയതയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ ഭരണഘടനയിൽ സംവരണം പോലും വന്നിരിക്കുന്നത്. ലോകത്തിലൊരു രാജ്യത്തുമില്ല സംവരണം. അതിന് ന്യായമായി പറയുന്നൊരു കാരണം, എനിക്കൊക്കെ അത് വലിയ സംശയങ്ങൾ ഉണ്ടാക്കിയ കാലത്ത് ബോധ്യപ്പെട്ടൊരു കാരണം, ലോകത്തിലൊരു രാജ്യം മാത്രമാണ് അതിൻ്റെ സന്തതികളോട് അനീതി കാണിച്ചത്. ജന്മം ഒരു മനുഷ്യൻ്റെ യോഗ്യതയോ അയോഗ്യതയോ ആവാൻ പാടില്ല എന്നതാണ് കർമ്മം. അത് കർമ്മ സിദ്ധാന്തമായാലും ഇപ്പം ഒരു മാനവികമായ ഏത് സിദ്ധാന്തമായാലും സോഷ്യലിസ്റ്റ് സിദ്ധാന്തമായാലും ഒക്കെ യോജിക്കുന്ന ഒരു തലമാണെങ്കിലും എന്തിലും ജന്മം ഒരു മനുഷ്യൻ്റെ യോഗ്യത. ഇപ്പോൾ അഹമ്മദ് മാഷ് മുസൽമാനായി ഒരു മുസ്ലിം ഉമ്മയുടെ ഗർഭത്തിൽ പിറന്നു എന്നത് എനിക്കാരും പ്രത്യേകിച്ച് യോഗ്യതയായിട്ട് കൽപ്പിച്ചു തരേണ്ട കാര്യമില്ല. എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ എൻ്റെ പഠനത്തിലോ ചിന്തയിലോ മനുഷ്യർക്ക് ഉപകാരപ്രദമായ വല്ലതും ഉണ്ടെങ്കിൽ അതിന് ഡ്യൂ റെസ്പെക്റ്റ് കൊടുത്താൽ മതി. എല്ലാവർക്കും അത്രയേ ഉള്ളൂ. ഒരു ശൂദ്രനായി, പൊലയനായി, പറയനായി അല്ലെങ്കിൽ ഈഴവനായി പിറന്നു എന്നത് ഒരാളുടെ യോഗ്യതയോ അയോഗ്യതയോ ആവാൻ പാടില്ല. ഇതാണല്ലോ മനുഷ്യൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള തിയറി. അതിൽ നിന്ന് വിട്ടുപോയതാണ് ഇന്ത്യയിലെ ചരിത്രപരമായ അബദ്ധം. അതുകൊണ്ട് കൊടുക്കുന്ന നമ്മൾ കാണിച്ചപ്പോൾ ജാതി തൊഴിൽ വിഭജനമാണ്. അതാണ് വേറൊരു കൺസെപ്റ്റ്. ഇപ്പോൾ അതാണ് വേദസങ്കല്പം തോന്നുന്നത്. ഇത് വളരെ മനോഹരമായ സങ്കല്പമാണ്. ഒരു യൂണിവേഴ്സൽ സ്കൂളായിട്ടാണ് എനിക്കിത് കേട്ടിപ്പോൾ പ്രശാന്ത് ആര്യം പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഒരു സ്കൂള്, ആ സ്കൂളിൽ എല്ലാ വിഭാഗം എല്ലാവരും ശൂദ്രന്മാരാണ്, എല്ലാവരെയും ഒരു എൻട്രൻസ് പരീക്ഷ പോലെ ഉപനയനം നടത്തിയിട്ട് ചേർക്കുന്നു. തീർച്ചയായിട്ടും മനുഷ്യൻ്റെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിക്ക് വ്യത്യാസം ഉണ്ടാവും, താല്പര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവും. എനിക്ക് കൂടുതൽ പഠനവും ചിന്തയും ഒക്കെയാണ് താല്പര്യം ഉണ്ടാവുക. അപ്പോൾ എന്നെ ആ പണിക്ക് ഏൽപ്പിക്കുന്നു. എന്നെ ബ്രഹ്മം അറിഞ്ഞവൻ, അവനെ ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നു. കുറെ കൂടി ശക്തന്മാരായ ആളുകൾ രാജ്യം ഭരിക്കാനും യോദ്ധാക്കളാവാനും പറ്റും. അവരെ നമ്മൾ ക്ഷത്രിയന്മാരെന്ന് വിളിക്കുന്നു. കൃഷി ചെയ്യാനും മണ്ണിനോട് അടുപ്പമുള്ളവരെയും നമ്മൾ വൈശ്യന്മാരെന്ന് വിളിക്കുന്നു. ഈ എല്ലാ ഇത് സ്വന്തമായി ഇതിലൊന്നും പ്രത്യേകിച്ച് താല്പര്യമില്ലെങ്കിലും ഇവരുടെയൊക്കെ സേവകന്മാരായി വർത്തിക്കാൻ, അസിസ്റ്റൻസ് ആയിട്ട് വർത്തിക്കാൻ പറ്റുന്നവരെ നമ്മൾ ശൂദ്രന്മാരെന്ന് വിളിക്കുന്നു. വളരെ അല്ലേ, അങ്ങേയറ്റം നിരുപദ്രവമാണത്. പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ, ഒന്നാമത്തെ അബദ്ധം നമ്മൾ കാണിച്ചത് ഇത് ബൈ ബർത്താണ് എന്ന് വന്നു. ബ്രാഹ്മണന്റെ മോനൊക്കെ ഞാൻ ഒരു പുരാണത്തിന്റെ അടിസ്ഥാനമുണ്ടോ ബർത്താണെന്ന്? അല്ല, അത് ഈ നമ്മുടെ മഹാഭാരത കാലം, ഏതാണ്ട് ഒരു 5000 വർഷത്തെ പഴക്കമാണ് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും പഠിക്കുമ്പോൾ. അപ്പം ഇതിനൊക്കെ ചരിത്രപരമായ തെളിവുകളൊക്കെ ചോദിച്ചാൽ നമ്മൾ പൂർണ്ണമായിട്ടും അത് ഇതിഹാസങ്ങൾക്കും അതിൻ്റെതായ ചില പരിമിതികളുണ്ട്. അർത്ഥമില്ല. നമ്മുടെ ബുദ്ധി വെച്ച് അത് പരിശോധന, ആ പരീക്ഷക്കാണ് വിധേയമാക്കേണ്ടത്. ചരിത്രത്തിന്റെയും വസ്തുതകളെയും തെളിവിന്റെയും ഒന്നും ചോദിക്കുന്നതിന് നമുക്ക് ബോധ്യമുണ്ടോ? ഒറ്റ കാര്യമേ എനിക്ക് തോന്നുള്ളൂ. ഭൂമിയിലൊരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് നിർണ്ണയിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഭൂമിയിലെ മറ്റൊരു മനുഷ്യർക്ക് ആ വിശ്വാസം കൊണ്ട് അപകടമുണ്ടോ? തെറ്റാണത്, ഒരു തർക്കവുമില്ല. ഒരു വിശ്വാസം അന്ധവിശ്വാസമാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അവനോ അവനവനോ തന്നെയോ ഭൂമിയിലെ ഏതെങ്കിലും പ്രാണികൾക്കോ അതുകൊണ്ട് അപകടമുണ്ടെങ്കിൽ അന്ധവിശ്വാസമാണ്, 2 വട്ടം ആലോചിക്കാനില്ല. അതേ സമയത്ത് മറ്റാർക്കും ഉപദ്രവമില്ലാത്തൊരു വിശ്വാസം അവന് മനഃശാന്തിയായി കിട്ടുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വകാര്യമാണ്. തീർച്ചയായിട്ടും അവന് നല്ല നമസ്കാരം, നല്ലത്. അവന് ശാന്തി കിട്ടുന്നത് പോലും നമുക്ക് കൂടി ആവശ്യമാണ്. അവന് ശാന്തി ഇല്ലെങ്കിൽ അവൻ അശാന്തനാവും, ഭൂമിയിൽ അവൻ്റെ അശാന്തി പരക്കും. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് ജന്മം കൊണ്ട് വന്നതാണോ, അത് എപ്പോഴാണ് ജന്മമായി തീർന്നത് എന്നാണ് ഒരു ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മൂന്നാമത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം ജാതിയല്ല, ജാതീയതയാണ്. ഏതിനെതിരെയാണ് നമ്മൾ പോരാടേണ്ടത്? ബ്രാഹ്മണനെതിരായിട്ടാണോ ബ്രാഹ്മണ്യത്തിനെതിരായിട്ടാണോ? നമ്മുടെ ദളിത് മൗലികവാദികൾ, ഞാൻ എപ്പോഴും എൻ്റെ ഒരുപാട് കൂട്ടുകാരാ ഇതിലുണ്ട്, ബ്രാഹ്മണനാണോ ശരിയല്ല, ബ്രാഹ്മണിക് ഹിജ്മണി, അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ ഓരോരുത്തരും എത്തിപ്പെട്ട മേഖല അവരിങ്ങനെ നോക്കും. മലയാളത്തിലെ പത്രസ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ മലയാളത്തിലെ മീഡിയ, മലയാളത്തിലെ യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികൾ, ഇതിലൊക്കെ എത്ര പേർ ബ്രാഹ്മണന്മാരുണ്ട്? ഇന്ത്യയിലെ പാർട്ടികൾ, രാഷ്ട്രീയ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രാഹ്മണിക് പാർട്ടിയാണെന്ന് പറയും. അക്കാലത്ത് ഇതൊക്കെ പഠിച്ച്, സിദ്ധാന്തങ്ങൾ പഠിച്ച്
അത് കർമ്മമണ്ഡലത്തിൽ നേതൃത്വം നൽകി വന്ന ആളുകളുടെ എണ്ണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോളിറ്റ് ബ്യൂറോയിൽ കഷ്ടകാലത്തിന് ബ്രാഹ്മണന്മാരോ സവർണന്മാരോ ആണെങ്കിൽ ഉടനെ പറയും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബ്രാഹ്മണി. എന്താ കാര്യം എന്നറിയോ? അവരുടെ ശത്രു ബ്രാഹ്മണനാണ്, ബ്രാഹ്മണ്യമല്ല. ഞാൻ വിശ്വസിക്കുന്നത് മറിച്ചാണ്. ഇന്ത്യയിലെ ജാതീയത അവസാനിപ്പിക്കുന്നതിൽ എവിടെ നിങ്ങൾ എടുത്തോളൂ, ജാതീയത അവസാനിപ്പിക്കുന്നതിൽ മുൻപന്തിയിൽ നിന്നത് അവർണനല്ല, മുൻപന്തിയിൽ നിന്ന് എന്നും ഈ ബോധ്യം വന്ന ഇത് മനുഷ്യവിരുദ്ധമാണല്ലോ, ഇത് വേദവിരുദ്ധമാണല്ലോ. ഇപ്പൊ പറഞ്ഞല്ലോ, എന്ന് ബോധ്യം വന്ന ആദ്യം ബോധ്യം വന്ന ബ്രാഹ്മണന്മാർ എല്ലാ കാലത്തും ഇതിന്റെ മുന്നിൽ നിന്നിട്ടുണ്ട്. ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് ആരാണ്? ഇപ്പോൾ EV രാമസ്വാമി നായ്ക്കരാണ്, ഈ പട്ടംതാണുപിള്ളയല്ല, മന്നത്ത് പത്മനാഭൻ, ഇങ്ങനെയുള്ള ആളുകൾ. ഞാൻ പറയുന്ന അവിടെ ഇപ്പോൾ ഈ ഇഴവന്മാർ നിന്നില്ല, ദളിതന്മാർ നിന്നില്ല എന്നല്ല, ഈ ആളുകൾ ഇതിന് മുന്നിൽ നിന്നു. വലിയ തോതിൽ സവർണ ജാഥ നടത്തി. എന്തിന്? അവർണർക്ക് ക്ഷേത്രപ്രവേശനമല്ല, വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടി. അപ്പോൾ എപ്പോഴും അത് ഉണ്ടായിട്ടുണ്ട്, ഇന്ത്യയിലും അതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ആരാണ് ശത്രു? ബ്രാഹ്മണനല്ല, ബ്രാഹ്മണ്യമാണ്. എന്ന് വെച്ചാൽ എൻ്റെ ജന്മം, ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾക്ക് മുസൽമാനെയും ബ്രാഹ്മണൻ എന്ന് വിളിക്കാം. എൻ്റെ ജാതിയിൽ മുസൽമാരിൽ ഇപ്പോൾ ഇസ്ലാമിലെ സവർണന്മാർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു 10-30 കൊല്ലം മുമ്പ് ലേഖനം എഴുതി ചീത്ത കേട്ടിട്ടുണ്ട്. ഇത് ആര് പറഞ്ഞാലും തെറ്റാണ്. ഞാൻ പിറന്ന കുലത്തിന് എന്തോ മേന്മയുണ്ട്, മറ്റവനൊക്കെ എന്നേക്കാൾ താഴെയാണ്. ഈ ജാതി മൗലികവാദം, ജന്മ മൗലികവാദം ആര് ഉയർത്തിയാലും അവനെ എന്ത് വിളിക്കണം? ബ്രാഹ്മണ്യം എന്ന് വിളിക്കണം. അതിനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അത്തരത്തിലുള്ള കൺസെപ്റ്റ് മാറിയിട്ടുണ്ട്. ഇനി ഒടുവിൽ ചർച്ചയ്ക്ക് എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ കാസ്റ്റ് സെൻസസ്. അതാണല്ലോ ഇപ്പോൾ നമ്മുടെ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട പ്രശ്നം. ഏതൊക്കെ ജാതിയിൽ ആരൊക്കെ പിറന്നിരിക്കുന്നു എന്ന് കണക്കാക്കുക, എന്നിട്ട് ജാതി അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് പാറ്റേൺ, പൊളിറ്റിക്സ്, പൊളിറ്റിക്കൽ നയങ്ങൾ അത് രൂപപ്പെടുത്തുക. ഇതിനെതിരായിട്ട് ഉയർന്നു വരേണ്ടത് 2 കാര്യങ്ങളാണ്. ഇതിപ്പോൾ നേരത്തെ RSS ഇതിലൊരു നിലപാട് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അനുകൂലിക്കുന്നു, പക്ഷെ ഇത് വെൽഫെയർ, മറ്റ് താഴേക്കിടയിലുള്ള കമ്മ്യൂണിറ്റികളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത്, മറിച്ച് ഇത് ഒരു വോട്ട് ഗെയിനിന് വേണ്ടി മാത്രം ഉപയോഗിക്കരുത്. ഈ അടുത്ത കാലത്ത് സർസംഘചാലക് മോഹൻജി ഭാഗവതിൻ്റെ ഒരു പ്രസ്താവന വന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്. ഈ ജാതി മനുഷ്യ സൃഷ്ടമാണ്. സർസംഘചാലക് മോഹൻജി ഭാഗവത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പറയുകയുണ്ടായി, ജാതി മനുഷ്യ സൃഷ്ടമാണ്, അതൊരിക്കലും ഈശ്വര സൃഷ്ടമല്ല. അപ്പോൾ ഭയങ്കര പോസിറ്റീവായ സ്റ്റേറ്റ്മെന്റ് ആണ്. അത് പറഞ്ഞാൽ തീർന്നു വലിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ജാതി മനുഷ്യ സൃഷ്ടമാണെങ്കിൽ പിന്നെ അതിനകത്ത് അത് ഭൂമിയിൽ ഒരു മനുഷ്യനെ നടപ്പാക്കാൻ പാടില്ല. മനുഷ്യൻ്റേതല്ലെങ്കിൽ ഒരു ബ്രാഹ്മണനും ബ്രാഹ്മണ്യം കാണിക്കാൻ പാടില്ല, ഒരു ജാതിയിൽ പിറന്നവനും ജാതീയത കാണിക്കാൻ പാടില്ല. കാരണം ദൈവത്തിന് അതിലൊരു പങ്കുമില്ല. യെസ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇവരുടെ ഇപ്പോഴത്തെ ഈ ശോചനീയ അവസ്ഥ ഒരു വളരെ സാമ്പത്തികമായും ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അവർ പുറകിൽ പോയിട്ടുണ്ടെങ്കിൽ, ഏത് മനുഷ്യനാകട്ടെ, അത് ഏത് ജാതിയിൽപ്പെട്ടതോ ആകട്ടെ, ഇന്നത്തെ നിലയ്ക്ക് നമ്മുടെ രാജ്യത്ത് ജാതി സംവരണം നിലനിൽക്കുന്നത് കൊണ്ട് നമുക്ക് ജാതിയില്ല എന്ന് നമ്മൾ പറഞ്ഞാലും കണക്കെടുക്കുമ്പോൾ ഇതെല്ലാം വേണ്ടി വരും. അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ചിന്തിച്ച് അവരുടെ ഈ ബാക്ക്വേഡ്, ഈ പിന്നാക്ക അവസ്ഥയെ കണ്ടെത്തി പരിഹരിക്കാനുള്ള ശ്രമം വാസ്തവത്തിൽ ഗവൺമെൻറ്റും പൂർണ്ണമായിട്ടും സമൂഹം തന്നെ അത് ഏറ്റെടുക്കണമെന്നാണ്. അതിനൊരു പ്രശാന്തേ, അതിനെതിരെ വന്നൊരു വാദമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോന്നറിയില്ല, സമകാലിക മലയാളത്തിൽ നമ്മൾ C. രാധാകൃഷ്ണൻ സാറ് ഉന്നയിച്ചൊരു ഇഷ്യൂ ഉണ്ട്. നമുക്കിപ്പോൾ സംവരണം കൊണ്ട് നമുക്ക് എന്ത് കിട്ടി? സംവരണം 10 കൊല്ലത്തിൽ കൂടുതൽ നീണ്ടുപോകാൻ പാടില്ല എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ എത്ര 78 കൊല്ലമായിട്ട് ഇത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പറയുന്ന ന്യായം വളരെ സിമ്പിളാണ്. 50 തൊട്ട് 75 കൊല്ലം 74 കൊല്ലമായി അല്ലേ? അപ്പോൾ അല്ല, അത് പക്ഷെ അംബേദ്കർ പറഞ്ഞത് ഈ അസംബ്ലിയിൽ തിരഞ്ഞെടുക്കുന്നവരുടെ കാര്യം മാത്രമല്ലേ? അല്ല, ഞാൻ പറയുന്നത് ആ ഒരു കൺസെപ്റ്റിൽ ഇതെല്ലാവർക്കും ബാധകമാകണമല്ലോ. അതായത് വെച്ചാൽ ഈ ചരിത്രപരമായ കാരണങ്ങളാൽ തീർത്തും അന്യായമായി ഒരു ദേശത്തിൻ്റെ മക്കൾ ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവഗണിക്കപ്പെട്ടുവെങ്കിൽ അവരോട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യേണ്ടത്, പ്രതിക്രിയ ചെയ്യണം, നീതി പുലർത്തണം. അതിനുള്ള പ്രതിക്രിയയാണ് അതിവേഗത്തിൽ അവരെ മുന്നോട്ട്. എന്താണ് നമ്മുടെ സംവരണത്തിന്റെ റിസൾട്ട്? നമ്മൾ ഈ 75 കൊല്ലം കഴിഞ്ഞ് പരിശോധിക്കും. C. രാധാകൃഷ്ണൻ സാറ് പറയുന്നത് സംവരണം ഇവിടുത്തെ അടിസ്ഥാന വർഗത്തെ ദുർബലപ്പെടുത്തിയെന്നാണ്. അവർക്കതൊരു സ്യൂഡോ പ്രൊട്ടക്ഷൻ കൊടുത്തു. എൻ്റെ ഉള്ളിലെ മുഴുവൻ കപ്പാസിറ്റിയും മാനുഷികമായ സകല സാധ്യതകളും എടുത്ത് പ്രയോഗിച്ചില്ലെങ്കിലും ഞാനിങ്ങനെ ഈ സംവരണത്തിന് ആനുകൂല്യത്തിൽ രക്ഷപ്പെട്ടുകൊള്ളും.
എന്നൊരു തോന്നലുണ്ടാക്കി. ആ തരത്തിലുള്ള ഒരു കാര്യം. 2, ഇത്രയും കാലത്തെ സംവരണത്തിൽ നിന്ന് നമ്മൾ എന്ത് പഠിച്ചു, എന്താണ് അതിൻ്റെ റിസൾട്ട്, പിന്നോക്കക്കാർ എന്തുമാത്രം മുന്നോട്ട് വന്നു, ഇനി അങ്ങോട്ട് ഇങ്ങനെയാണോ ഇപ്പൊ ജാതീയത എന്ന് പറയുന്ന ഒരു ആചാരം, ക്രീമി ലെയറിനെ കണ്ടുപിടിക്കാനുള്ള ശ്രമവും നടക്കുന്നില്ല. കാരണം ഉന്നമനത്തിൽ നിൽക്കുന്ന ഒരു വിഭാഗത്തിന് എന്തിനാണ് ഇപ്പോഴും സംവരണം എന്ന് പറയുന്ന ഒരു ചോദ്യം വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആവശ്യമുള്ളവർക്ക് ലഭിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള സംവിധാനം ഇല്ല. അതായത് സംവരണം കൊണ്ട് എനിക്ക് തോന്നുന്നത്, സംവരണം കൊണ്ട് രക്ഷപ്പെട്ടു വന്ന പിന്നോക്ക സമുദായക്കാർ എന്നൊക്കെ പറയുന്നത് നിസ്സാരമായൊരു ഗ്രൂപ്പേ ഉണ്ടാവുള്ളൂ. അവനവന്റെ സിദ്ധി കൊണ്ടും ബുദ്ധി കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും കപ്പാസിറ്റി കൊണ്ട് അവനവൻ്റെ മാനവ വിഭവശേഷി കൊണ്ട് രക്ഷപ്പെട്ടു വന്നവരാണ് മഹാഭൂരിപക്ഷം. പോട്ടെ, ഇനിയിപ്പോൾ ഈ മുന്നോട്ട് പോവുകയാണെങ്കിലുള്ള ഈ സംവരണത്തിൻ്റെ മാനദണ്ഡവുമായിട്ട് ജാതി രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ 2 കാര്യങ്ങൾ. ഒന്ന്, ഒരു ജാതിക്കാരനെ കണ്ടാൽ ഉടനെ അവനെ അപരനായി കൽപ്പിക്കുന്നൊരു ഏർപ്പാട്, അത് വലിയ തോതിലുണ്ട്. സവർണനാണ് അല്ലെങ്കിൽ ബ്രാഹ്മണനാണ്, ഇത് തിരിച്ചറിയാതെ പോകുന്നതാണ്. ഇപ്പോൾ മനുസ്മൃതി ആദ്യമായിട്ട് മലയാളത്തിൽ ഞാൻ വായിക്കുന്നത് ഡോക്ടർ അയ്യപ്പ പണിക്കർ സാറ് DC ബുക്സിന് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്തത്. അയ്യപ്പ പണിക്കരുടെ ഒരു സംഘം, ഗംഭീരമായിരുന്നു. അന്ന് മനുസ്മൃതി വായിച്ചപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ പറഞ്ഞ സാധനം മനുസ്മൃതി തന്നെ പറയുന്നുണ്ട്, ഒരു ബ്രാഹ്മണൻ ചണ്ടാളനായി തീരും അവന്റെ പണി ചെയ്തില്ലെങ്കിൽ. അവന്റെ പണി എന്താ? നിരന്തരമായ ഗവേഷണം, പഠനം, സമൂഹത്തിന് വിജ്ഞാനം കൊടുക്കുക എന്നുള്ള പണി അവൻ ചെയ്തില്ലെങ്കിൽ, അവൻ ഈ സമൂഹത്തിലെ സകല വൃത്തികേടും കാണിച്ചിട്ട് നടക്കുകയാണെങ്കിൽ അവൻ ചണ്ടാളനേക്കാൾ നീചനാണെന്ന് പറയുന്നുണ്ട്. ഈ വേറൊരു തമാശ വാക്കുകൾ, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വേദവാക്യത്തെ വലിയ തോതിൽ ഈ ജാതി ശക്തികളൊക്കെ ഈ അവർണ ജാതി ശക്തികൾ ഉപയോഗിക്കുന്നത്, ദളിതന്മാർ ഉപയോഗിക്കുന്നുണ്ട്. അതേതാണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന വേദവാക്യത്തിന് മുമ്പിൽ വന്ന അതിന് മുമ്പിൽ വന്ന വാക്യം, ബ്രാഹ്മണനും പശുക്കൾക്കും ക്ഷേമം വരട്ടെ എന്നാ. അതിനെക്കുറിച്ച് ഞാൻ പ്രശാന്തിന് അത് വളരെ ഉയർന്ന തലത്തിൽ ഞാൻ വേദത്തിന്റെ ഭാഗത്ത് നിന്നല്ല, ഒരു വേദ വായനക്കാരൻ, പുറമേ നിന്ന് വേദം വായിച്ച ഒരാൾ ഈ എറണാകുളം സിറ്റിയിലുണ്ട്. പൊന്നുരുന്നി കുഞ്ഞഹമ്മദ് മുസ്ലിയാർ എന്ന് പറയും. അയാളൊരു വലിയ മതപണ്ഡിതനാണ്, സാത്വികനായ ഒരു മതപണ്ഡിതനാണ്. അയാൾ ഈയിടെ പാണക്കാട് തങ്ങളുടെ ഒക്കെ പങ്കെടുത്തൊരു യോഗത്തിൽ പറഞ്ഞു, നിങ്ങൾ ഈ ലോകാ സമസ്ത സുഖിനോ ഭവന്തു, വലിയ വൈറലായിരുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞാൽ പോരാ, അതിൻ്റെ അപ്പുറത്തുള്ള അതിന് തൊട്ട് മുമ്പുള്ള വരികളും കൂടി പഠിക്കണം. അത് പഠിക്കുമ്പോൾ ബ്രാഹ്മണനും പശുക്കൾക്കും ക്ഷേമം വരട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ ബ്രാഹ്മണവാദിയാണ്, പശുവാദിയാണ് നിങ്ങൾ ധരിക്കുമോ? നിങ്ങൾക്കാണ് വിവരമില്ലാത്തത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് അറിവിനെയും അന്നത്തെയും ആദരിക്കുക എന്നാണ്. ഒരു കാർഷിക സമൂഹത്തിലെ അമ്മയാണ് പശു, അച്ഛൻ തീർച്ചയായിട്ടും കാളയായിരിക്കും. കാർഷിക സമൂഹത്തിലെ അമ്മയെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അന്നത്തെ ആദരിക്കുക എന്നാണ്, പശുവിനെ ആദരിക്കുക എന്ന് പറഞ്ഞ അർത്ഥം. ബ്രാഹ്മണനെ ആദരിക്കുക എന്നാണ്, അറിവിനെ ആദരിക്കുക എന്നാണ്. അല്ലെങ്കിൽ അത് രണ്ടും, അല്ലെങ്കിൽ പശുവിനെയും ബ്രാഹ്മണനെയും വേറെ പറയേണ്ട കാര്യമില്ല അവസാനത്തെ വാക്യം ഉള്ളപ്പോൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു ഉള്ളപ്പോൾ ഈ 2 വിഭാഗം ജീവികളെ മാത്രം വേറെ പറയേണ്ട കാര്യമില്ല. എന്താ? അപ്പൊ അതുകൊണ്ട് കോമൺ സെൻസ് ഉള്ള മനുഷ്യന് മനസ്സിലാവും അത് അറിവാണ്, അന്നമാണ് എന്ന് പറഞ്ഞാൽ അന്നം, അറിവിനെയും അന്നത്തെയും, അന്നം തരുന്ന കർഷകനെയും അറിവ് തരുന്ന ഗുരുവിനെയും ആദരിച്ചുകൊണ്ട് ഭൂമിയിൽ എല്ലാവർക്കും ക്ഷേമം വരട്ടെ. അത് മാത്രമല്ല, നീതിബോധത്തോടെ രാജ്യപാലകന്മാർ രാജ്യം ഭരിക്കട്ടെ. അതിമനോഹരമായ പ്രാർത്ഥനയാണ്. ഇതിനെ ഒന്നും ഈ ഒരു ഭാഷക്കപ്പുറം അതിന്റെ ആത്മാവ് കണ്ട് തിരിച്ചറിയാനും കൂടി സാധിച്ചാൽ കുറേ അപകടം തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിൽ ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക, ബാക്കി പ്രശാന്ത് ക്ലോസ് ചെയ്തു. ഞാൻ പറഞ്ഞൊരു എന്താ കാര്യം എന്നറിയോ, ഇപ്പോഴത്തെ പ്രശ്നം ഇതൊക്കെ ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഒറ്റയ്ക്കൊറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ വളരെ സിമ്പിളാണ്, പ്രത്യേകിച്ച് പുറത്ത് കൂട്ടം കൂടുമ്പോൾ വളരെ സിമ്പിളാണ്. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊന്ന് ജാതി എവിടെ മാഷേ ജാതി എന്ന് ചോദിക്കും. പക്ഷേ ആറ്റൂർ ഉയർമ്മ മനോഹരമായൊരു കാര്യം, പലപ്പോഴും നമ്മൾ നേരിടുന്നൊരു ക്രൈസിസ്, നമ്മുടെ അഭിനവ ബുദ്ധിജീവികളായൊരു മലയാളി സമൂഹം പ്രത്യേകിച്ച് തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ആറ്റൂരിൻ്റെ ഒരു കവിത അതിഗംഭീരമായിട്ട് മലയാളി മനസ്സിനെ അദ്ദേഹം കീറി മുറിച്ചു വെച്ചിട്ടുണ്ട്. നാം മലയാളികൾ സംസ്കാര സമ്പന്നർ, നാം ഇപ്പോൾ ജാതി ചോദിക്കുകയില്ല, പറയുകയുമില്ല, ചിന്തിക്കുകയേ ഉള്ളൂ. ഭയങ്കര അപകടമാണ്, ഭയങ്കര അപകടം. ഉള്ളിലൊരു സാധനം, ഉള്ളിൽ കിടക്കുന്ന ജാതി ഉണ്ട്. ഇവ ഏതായിരിക്കും ജാതി എന്നുള്ളൊരു
തോന്നൽ ഇപ്പോഴും ആളുകൾ സുഭാഷ് ചന്ദ്രൻ പറഞ്ഞൊരു തമാശയും കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സുഭാഷ് ചന്ദ്രൻ മനുഷ്യന്റെ ആമുഖം എന്ന നോവൽ മലയാളത്തിൽ കഴിഞ്ഞ 100 കൊല്ലത്തിനുള്ളിൽ വന്ന മികച്ച നോവലുകളിൽ ഒന്നാണ്, വിലയിരുത്തപ്പെട്ട പുസ്തകമാണ്, വായിക്കപ്പെട്ട പുസ്തകമാണ് മനുഷ്യന്റെ ആമുഖം. സുഭാഷ് പറയുന്നൊരു തമാശയുണ്ട്, ഒരു കല്യാണ വീട്ടിൽ 5 മലയാളികൾ ഒത്തുകൂടിയാൽ 5 മിനിറ്റ് കൊണ്ട് മാന്തിയും ചൊറിഞ്ഞും അവർ പരസ്പരം ജാതി അറിഞ്ഞേ. സത്യമാണ്, വളരെ സത്യമാണ്. ആണോ? ആണെങ്കിൽ അത് ഭീകരമായൊരു സത്യമാണ്. ഇപ്പൊ എന്റെയൊക്കെ ഞാൻ ശരിയാണ്, ആ ചിന്ത ഇവൻ ഏത് ജാതിക്കാരനാണെന്ന് ഒരാൾക്ക് തോന്നലുണ്ടാവുമല്ലോ, ആ ചിന്തയെ ഞങ്ങള് താരതമ്യേന അപകടം കുറഞ്ഞു വരാം. അപ്പൊ അഹമ്മദ് മാഷ് എന്ന് പറഞ്ഞാൽ ജാതി ചെയ്താൽ പിന്നെ ചോദിക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രശാന്ത് എവിടെ വീട്, അച്ഛന്റെ പേരെന്താ, കല്യാണം കഴിച്ച എവിടുന്ന, ഏതാ ജാതി, അത് ചോദിക്കൂല. ജാതി മാത്രം ചോദിക്കൂല, പക്ഷെ അത് അറിയാനുള്ള ഒരുപാട് സർവേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഗൗതം എവിടെ സ്ഥലം, കണ്ണൂർ എവിടെ എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ജാതി എങ്ങനെയെങ്കിലും അത് വായിച്ചെടുക്കും. മനസ്സിലായില്ലേ? മക്കൾക്ക് എന്താ പേരിട്ട് അങ്ങനെ ചോദിക്കണേ കണ്ടിട്ടുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്നു ജാതിയേക്കാൾ വലിയ അപകടം. ഇത് സെൻസസ് എടുക്കാൻ പറ്റില്ല, ഇതാണല്ലോ അതിന്റെ വലിയ അപകടം. അതുകൊണ്ട് രാഷ്ട്രീയത്തിലും സാമൂഹ്യ ജീവിതത്തിലും മാനവികമായ ഒരു തലത്തിലും ഒക്കെ വലിയ. അപ്പൊ സാറ് പറയുന്നത് ഈ ജാതീയതക്കെതിരെയുള്ള ഒരു ഉച്ചാടനം കൃത്യമായ രീതിയിൽ ഫലം കണ്ടിട്ടില്ല എന്നാണോ പറയുന്നത്? ജാതീയത പതുക്കെ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നിന്ന് നമ്മുടെ ആന്തരിക ജീവിതത്തിലേക്ക് കയറി അകത്ത് ഈ സാധനം കിടക്കുന്നുണ്ട്. ഒന്ന് ഒരു തരം ആഢ്യത്വമായിട്ടും കിടക്കുന്നുണ്ട്, മറ്റേത് അധമത്വമായിട്ടും കിടക്കുന്നുണ്ട്. കോംപ്ലക്സ് വലിയ തോതിലാണ്. ഞാൻ കണ്ടിട്ടുള്ളത് പലർക്കും ഭീകരമായ കോംപ്ലക്സ് ഉള്ള മനുഷ്യരുണ്ട്. ജന്മം എന്തിനാണ് എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി പിറക്കാൻ കഴിഞ്ഞെങ്കിൽ എന്ന് സുരേഷ് ഗോപി പോലും പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്ത് കുന്തമാണ്! സുരേഷ് ഗോപി ഇപ്പൊ പിറന്ന ജന്മം തന്നെ അനുഗ്രഹീതമായ ജന്മമാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷേ ഒരു സാധാരണ മനുഷ്യൻ സ്വപ്നം കാണാൻ പറ്റാത്ത പദവികളിലൊക്കെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ ചെയ്യാൻ പറ്റിയ എന്ത് കർമ്മവും ആ ജാതിയിൽ ഇരുന്നുകൊണ്ട് ചെയ്തൂടെ? തീർച്ചയായും. ആ തെറ്റായ സ്വപ്നങ്ങൾ കാണുന്നുണ്ട് എന്നർത്ഥം. പിന്നെ വലിയ പദവിയിലൊക്കെ എത്തിയാലും ഈ ആളുകളുടെ മനസ്സിൽ ഈ കോംപ്ലക്സ് ഉണ്ട്. അയ്യോ, ഞാൻ ബ്രാഹ്മണനായില്ലല്ലോ, ഈ ഏറ്റവും ചുരുങ്ങിയത് ഞാനൊരു നായരായില്ലല്ലോ. മറ്റേതും തിരിച്ചുണ്ട്. സുഭാഷ് ചന്ദ്രൻ തന്നെ പറയുന്നൊരു ഉദാഹരണം, രാമിനും മത്താത്ത, പടച്ചോനെ എനിക്ക് ദാരിദ്ര്യവും കഷ്ടപ്പാടും പട്ടിണിയൊക്കെ ഒരുപാട് തന്നു, എന്നാലും നന്ദിയുണ്ട് പടച്ചോനെ, എന്നെ ഒരു നായരായി ജനിപ്പിച്ചില്ലല്ലോ എന്ന്. ഈ കോംപ്ലക്സിനെ നമ്മൾ എന്താ വിളിക്കേണ്ടത്? എന്നുവെച്ചാൽ ഈ കോംപ്ലക്സും ഉണ്ട്, അധമത്വം ഉണ്ട്, വെറുപ്പും ഉണ്ട്, വിരോധമുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ തൽക്കാലം നമ്മുടെ ഉള്ളിലൊരു പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് ആദ്യം തിരുത്തേണ്ടതുണ്ട്. 2, സാമൂഹ്യ ജീവിതത്തിൽ ഇത് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ജാതി സെൻസസ് എടുക്കുന്നത് എന്തിനാ? ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയാണ്. എന്തിനാണ് ആ ആനുകൂല്യം ഉയരുന്നത്? ലാഭത്തിന് വേണ്ടി. ആ ലാഭം എവിടെ നിന്ന് കിട്ടും? നമ്മുടെ ഭരണഘടനാദത്തമായ സംവരണത്തിന്റെ പേരിലാണ്. ആ സംവരണം പുനഃപരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. സാമ്പത്തിക സംവരണം എന്ന വാദം പണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിയിരുന്നു. ഇപ്പം അത് മിണ്ടാനുള്ള ത്രാണിയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് അത് വേണോ? പക്ഷെ എന്തായാലും സംവരണം നമുക്ക് എന്ത് നേടിത്തന്നു എന്ന ചോദ്യം പരിശോധിക്കേണ്ടത് എന്തായാലും വളരെ വിജ്ഞാനപ്രദവും രസകരമായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു. ഈ ഒരു ജാതി വിഷയം നമുക്ക് ഇനിയും തുടർന്നും പല രീതിയിൽ ചർച്ച ചെയ്യാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ പറയുന്നില്ല. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഹിന്ദുവിൻ്റെ യഥാർത്ഥ ശത്രു ഈ ജാതിയാണെന്ന് ഹിന്ദു തിരിച്ചറിയണം എന്നാണ് പറയാനുള്ളത്. ഈ ജാതി വിവേചനം തീർച്ചയായിട്ടും നമ്മൾ ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു. ജാതിയൊക്കെ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ വിവേചനം വിവേചനം ഉണ്ടായിരുന്നു. പക്ഷെ അതെനിക്ക് തോന്നുന്നു ഒറ്റ കാര്യം കേട്ടോ, വിവേചനം എനിക്ക് തോന്നുന്നു ഏറ്റവും ചുരുങ്ങിയത് മലയാളികൾ ഇപ്പോൾ എവിടെയെങ്കിലും ജാതീയമായ വിവേചനം അനുഭവിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് നേടിയതാണ് കേട്ടോ. വലിയ പോരാട്ടം അതിന് വേണ്ടി നയിച്ചിട്ടുണ്ട്. പക്ഷെ ആ പോരാട്ടം മറ്റ് സംസ്ഥാനങ്ങളിൽ അങ്ങനെയാണോ? മറ്റു സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ ഉള്ള പോരാട്ടങ്ങൾ ഇല്ലാത്തതിന്റെ കുറവുണ്ടാവും. പറഞ്ഞോളൂ. അതിൽ നമുക്ക് വേദത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. നമുക്ക് വേദം പറഞ്ഞു തന്നെ അത് അവസാനിപ്പിക്കാം താൽക്കാലികമായിട്ട്. ഇപ്പോൾ ഋഗ്വേദത്തിലെ ഒരു മന്ത്രം അവസാനിക്കുന്നത് വളരെ മനോഹരമാണ്. ലോകത്ത് വേറെ ഒരിടത്തും ഞാൻ അങ്ങനെ ഒരു പ്രയോഗം കണ്ടിട്ടില്ല. എൻ്റെ അറിവിൻ്റെ പരിമിതിയായിരിക്കാം. മനുർഭവ ജനയാ ദൈവ്യം ജനം, മനുഷ്യരാകൂ ദിവ്യഗുണശാലിയായ ജനതയെ സൃഷ്ടിക്കൂ എന്നാണ് വേദത്തിൻ്റെ ആഹ്വാനമാണ്. വളരെ യൂണിവേഴ്സൽ. നന്മയെക്കുറിച്ച് മംഗളത്തെക്കുറിച്ച് സദാ ചിന്തിക്കുന്നവരാകും. സാർ നേരത്തെ പറഞ്ഞില്ലേ, നമ്മുടെ ചിന്തയിൽ ജാതീയത കിടക്കുകയാണ്. മലയാളി ജാതി തിന്ന് ജീവിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ സോക്കാൾഡ് നമ്മുടെ പൗരന്മാർ ഈ പറഞ്ഞ പോലെ ജാതി തിന്ന് ജീവിക്കുന്നതാണ്. ആ ചിന്ത മാറ്റിയിട്ട് മനുർഭവ, ഞാൻ മനുഷ്യനാകും, നന്മയെക്കുറിച്ച് മംഗളത്തെക്കുറിച്ച് ചിന്തിക്കുന്നവനാകും. അങ്ങനെ ചിന്തിക്കുന്നവരുടെ കൂട്ടം ഒത്തുചേരുമ്പോൾ അത് ദിവ്യ ഗുണങ്ങളുള്ള ഒരു ജനതയായി, ഒരു സമുദായമായി, ഒരു സമാജമായി മാറും. അതിമനോഹരമായൊരു സ്വപ്നമായി ഇപ്പോഴും അത് അവശേഷിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു സങ്കടം. ഈ ചർച്ച
നല്ല മനോഹരമായ ചർച്ചയായിരുന്നു. ഇതാണ് വേദത്തിന് മനുഷ്യർക്ക് നൽകാനുള്ള ഉപദേശം. എന്തായാലും ജാതി ഇല്ലാത്ത ഹിന്ദു ഉണ്ടാവട്ടെ, ജാതി ഇല്ലാത്ത മനുഷ്യരുണ്ടാവട്ടെ. മനുഷ്യരുണ്ടാവട്ടെ. തീർച്ചയായിട്ടും. റൈറ്റ്. ശരി.